ഹായ്, നമ്മളിന്ന് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ് കേട്ടോ ഉള്ളത്. മെൽബണിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇതാണ് സ്ഥലം, 12 അപ്പോസ്റ്റൽസ്. അപ്പം ഇവിടെ പാറക്കെട്ടുകൾ 12 പാറക്കെട്ടുകൾ ഇങ്ങനെ ഒരു കടലിൽ ഇങ്ങനെ മാറി മാറി 12 ഒരു തൂണ് പോലെ ഉണ്ട്. അപ്പോൾ അതിനാണ് 12 അപ്പസ്തോലന്മാർ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര മെൽബണിൽ ടൂറിന് വരുന്ന എല്ലാവരും വന്ന് കാണുന്നൊരു സ്ഥലമാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, നമ്മുടെ മമ്മൂട്ടിയൊക്കെ വന്ന് കണ്ടിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് ഇന്നൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഇച്ചാൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇച്ചാൻ്റെ ഫ്രണ്ട്. 14 വർഷം ശേഷം കാണുന്നതാണ്. അതെ, പണ്ട് ഡൽഹിയിൽ 14 വർഷങ്ങൾക്ക് ശേഷം. ചേട്ടൻ ഡാർവിനിലല്ലേ? അപ്പം ഡാർവിനിൽ മെൽബൺ ചുമ്മാ കറങ്ങാൻ വേണ്ടി വന്നപ്പോൾ പഴയ സുഹൃത്തിനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം അങ്ങനെ നമ്മൾ പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു 12 അപ്പോസ്റ്റൽസിൽ പോകാന്നുള്ളത്. എന്നിട്ടില്ല, ചേട്ടൻ്റെ വൈഫാണ്. ഹലോ, പറഞ്ഞു പ്രീവാന്നാണ്. ഞങ്ങൾ 12 അപ്പോസ്റ്റൽ കാണാൻ വന്നതാണ്. അതപ്പോൾ നമുക്ക് പോയി കാണാം. എന്തായാലും അടിപൊളിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ വന്നപ്പോഴത്തേക്ക് സന്ധ്യയായിട്ടോ, 6:30. നമ്മൾ മെൽബണിൽ നിന്ന് 12 അപ്പോസ്റ്റൽസിലേക്ക് പോകുന്ന വഴിയിലെ കുറച്ച് മനോഹരമായ കാഴ്ചകൾ കൂടി കാണാം. മെൽബണിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് നമ്മൾ ഈ സ്ഥലത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ 275 കിലോമീറ്ററോളം ഉണ്ട്. അതായത് ഒരു 4.5 മണിക്കൂറോളം ഡ്രൈവ് ചെയ്യാൻ മാത്രം ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഗ്രേറ്റ് ഓഷ്യൻ റോഡ് എന്നാണ് ആ റോഡിന് പറയുന്നത്. അപ്പം നമുക്ക് ഫുള്ള് കവർ ചെയ്യാനുള്ള സമയമില്ല. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നപ്പം അവർക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ അവർക്ക് ഇന്ന് വൈകുന്നേരം തന്നെ തിരിച്ചു പോവുകയും വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉള്ള കുറച്ച് സമയം കൊണ്ട് നമുക്ക് മാക്സിമം കാണാൻ പറ്റുന്നത്രയും കണ്ടിട്ട് വരാമെന്ന് ഓർത്ത് അങ്ങനെ ഇറങ്ങി തിരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിക്ടോറിയയുടെ റീജിയണൽ ഏരിയ എന്ന് പറയും. വില്ലേജ് ഏരിയയിലെ കാഴ്ചകളാണ് കാണുന്നത്. നല്ല മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. നമ്മുടെ യൂറോപ്യൻ ലാൻഡ്സ്കേപ്പൊക്കെയാണ് ഈ ഭാഗത്തെല്ലാം. ഒരുപാട് ആടുകളും പശുക്കളും ഒക്കെ ഇങ്ങനെ വയലുകളിൽ, പുൽമേടുകളിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഡ്രൈവ് കുറച്ച് നീണ്ട ഡ്രൈവ് ആണെങ്കിൽ പോലും ഒട്ടും ബോറടിക്കത്തില്ല. കാരണം നല്ല എന്താ പറയുക, കണ്ണിന് നല്ല കുളിർമ ഏകുന്ന കാഴ്ചകളൊക്കെയാണ്. അതുപോലെ കുറേ കൃഷികളും കാണാം കേട്ടോ. പക്ഷേ അത് കാണുമ്പോൾ എന്ത് കൃഷിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതാണ് പ്രശ്നം. നമുക്ക് എല്ലാം കണ്ടാൽ മനസ്സിലാവില്ലല്ലോ. പിന്നെ നമ്മൾ അടുത്തൊക്കെ പോയി നോക്കുകയാണെങ്കിൽ പിന്നെ മനസ്സിലാവും. പക്ഷേ ഇവരിതെല്ലാം കമ്പിവേലി ഇട്ട് കെട്ടിയേക്കുവാണ്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറി ചെല്ലാനും പറ്റത്തില്ല. അകലെ നിന്ന് നമ്മളിങ്ങനെ കാറിലിരുന്ന് നോക്കുമ്പോൾ തിരിയോ ഇല്ല. അപ്പം അങ്ങനെ കുറേ കൃഷി സ്ഥലങ്ങളും കണ്ടു. പിന്നെ ഇതുപോലെ കുറേ വിൻഡ് മിൽസും കാണാം അങ്ങ് പോകുന്ന വഴി. ഇന്ന് ശരിക്കും പറഞ്ഞൊരു ക്ലൗഡി ഡേ ആണ് കേട്ടോ. അത്ര വലിയ വെളിച്ചമൊന്നുമില്ല, അത് സൂര്യപ്രകാശമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു സൺസെറ്റ് ആവും. അപ്പം നമുക്ക് സൺസെറ്റിൻ്റെ കാഴ്ചകളൊക്കെ കാണാവുന്ന പ്രതീക്ഷയിലാണ് പോകുന്നത്. പിന്നെ ഇവിടെ 12 അപ്പോസ്റ്റൽസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹെലികോപ്റ്റർ സർവീസൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഹെലികോപ്റ്റർ വഴി നമുക്ക് ഫുൾ ആ ഏരിയ മുഴുവൻ കറങ്ങി കാണാം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഒട്ടും പ്ലാൻഡ് അല്ലാത്തത് കൊണ്ട് അതൊന്നും നോക്കാനോ അന്വേഷിക്കാനോ അതിൻ്റെ സമയമോ അതിൻ്റെ റേറ്റോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ നോക്കിയില്ല കേട്ടോ. അപ്പോൾ ഇവർ ഫ്രണ്ട്സ് ഡാർവിനിൽ നിന്ന് വന്നപ്പം മെൽബണിലെ കുറച്ച് ഏരിയയൊക്കെ കറങ്ങാനും പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ആയിട്ടാണ് വന്നത്. ഈ 12 അപ്പോസ്റ്റൽസ് അവരുടെ ലിസ്റ്റിലില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, അവരും ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞ് അങ്ങ് പോകുന്നതാണ്. അതങ്ങ് ദൂരെ ഒരു ചെറിയ പാറക്കെട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്, കടലും. അപ്പം നമ്മളിവിടെ നിന്ന് ഇങ്ങനെ 12 അപ്പോസ്റ്റൽസിൻ്റെ ഓരോ പാറക്കെട്ടുകൾ കണ്ടു തുടങ്ങുകയാണ് കേട്ടോ. അപ്പം നമ്മൾ അടുത്ത് ചെന്നാൽ അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. സോ വെൽക്കം ടു 12 അപ്പോസ്റ്റൽസ്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന 12 പാറക്കൂട്ടങ്ങളെയാണ് 12 അപ്പോസ്റ്റൽസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതാണ് 12 അപ്പോസ്റ്റൽസ്. 12 കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക്? സമയം 6:45 കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സൺസെറ്റ് ആവാനായി. പിന്നെയാണ് ഇന്ന് കുറച്ച് ക്ലൗഡി ഡേ ആണ്. അതുകൊണ്ട് എത്ര അങ്ങോട്ട് ആ ഒരു ഭംഗി അങ്ങോട്ട് വരുന്നില്ല. അതായത് ആ വെള്ളത്തിൻ്റെ ഒരു നീലക്കളറും ആകാശത്തിൻ്റെ ഒരു കളറൊക്കെ വരുവാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ നമ്മളൊട്ടും പ്ലാൻഡ് അല്ല. അപ്പോൾ ഇവർ വന്നപ്പോൾ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങി പോകുന്നതാണ്. ഇത്
നല്ല കാറ്റായിട്ടുണ്ട് കേട്ടോ, ചെറിയ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഹെലികോപ്റ്ററിൽ ഇങ്ങനെ നമുക്ക് കാണാം. പക്ഷെ നമ്മൾ വന്ന സമയമൊക്കെ കഴിഞ്ഞു പോയി. കാരണം നേരത്തെ വന്നിരുന്നെങ്കിൽ അതിന് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഹെലികോപ്റ്ററിൽ പറഞ്ഞ് ഈ സ്ഥലങ്ങളൊക്കെ കാണാമായിരുന്നു. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ടല്ലോ. നമുക്ക് അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയാൽ നമുക്ക് നല്ല വ്യൂ ഉണ്ട്. അപ്പം അങ്ങോട്ടേക്ക് ഇരുട്ടാകുന്നതിനും ഒന്ന് പോയിട്ട് വരാം. നല്ല കാറ്റുണ്ട്, പക്ഷെ വലിയ തണുപ്പില്ല കേട്ടോ. അങ്ങനെയുണ്ട് തണുപ്പ്. അവർക്ക് ഡാർവിനിൽ ഒട്ടും തണുപ്പില്ല, നല്ല ചൂട് സ്ഥലമാണ്. അപ്പോൾ അവർക്ക് കൂടെ വന്നപ്പോൾ ഇത് ഭയങ്കര തണുപ്പാണ്. ഒട്ടും തണുപ്പ് അറിഞ്ഞിട്ടേ ഇല്ലാത്തവരായതുകൊണ്ട് നമുക്ക് ഈ തണുപ്പ് ഒട്ടും തണുപ്പല്ല കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പുള്ളിയുടെ അടുത്ത് ഫോൺ കൊടുത്ത് ഞങ്ങളുടെ അടുത്തൊക്കെ ഒരുമാതിരി ഇരുണ്ട് ഡാർക്കായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് പുള്ളിക്കാരി ഫോട്ടോ എടുത്ത് ഞങ്ങളോട് ഒത്തിരി ക്ലോസ് ആയിട്ട് നിൽക്കാനൊക്കെ പറഞ്ഞ് അവർ ഫോട്ടോ എടുത്തു. ഫോട്ടോ നല്ല അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഫോട്ടോ എടുക്കാനാണ് പറ്റും. നമ്മൾ വന്നില്ലായിരുന്നു, നഷ്ടമായി പോയനെ. നിങ്ങളുടെ ലിസ്റ്റിൽ ഇല്ലാതിരുന്ന സാധനമല്ലായിരുന്ന ലിസ്റ്റിലുണ്ടായിരുന്നു. ഇന്നലെ പെൻഗിൻസ് ഒക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. സൺസെറ്റ് എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ട്, സൺസെറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഈ പാറക്കെട്ടുകൾ ഒരുതരം ലൈം സ്റ്റോൺസ് ആണ്, അതായത് ചുണ്ണാമ്പ് കല്ലുകളാണ്. 10-20 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഈ കടലോരത്ത് മണ്ണൊലിച്ചിൽ തുടങ്ങിയ സമയത്ത് രൂപപ്പെട്ട് വന്ന പാറക്കെട്ടുകളാണിത്. ഇതും വേറൊരു ഇതാണ്. സൂപ്പറല്ലേ, നല്ല വ്യൂ ആണ് കേട്ടോ. നമ്മുടെ 11-ാമത്തെ 11ഉം 12ഉം ആണെന്ന് തോന്നട്ടോ. നമ്മൾ ശരിക്കും എണ്ണയില്ല. അതാ ഇതിൻ്റെ ബാക്കിയൊക്കെ അങ്ങോട്ട് ഇങ്ങനെ ഓരോ സിംഗിൾ തൂണുകൾ പോലെ നിൽക്കുന്നില്ല, അങ്ങനെയാണ് കേട്ടോ 12 എണ്ണം ഉള്ളത്. അങ്ങനെ ബാക്കി മുന്നോട്ടാണ്. അവിടെ 2 എണ്ണം, പിന്നെ ഇവിടുന്ന് ഇങ്ങനെ 10 എണ്ണം. നല്ല സണ്ണ ആ മേഘത്തിൽ നിന്ന് അതിൻ്റെ ആ രശ്മികളൊക്കെ വരുന്ന സൂപ്പറല്ലേ. നമുക്ക് ആ ക്ലിഫ്സോമാറിന്റെ ക്ലിഫ് പോലെ തോന്നുന്നുണ്ട്. അയർലൻഡിലെ ക്ലിഫ്സോമാറിന്റെ ഒരു ചെറിയൊരു കട്ടില്ലേ അയർലൻഡിൽ ഇത് കുറച്ച് പാറയാണെന്ന് എനിക്ക് സംശയമുണ്ട്. മറ്റോടത്ത് പക്ഷേ ഈ മണ്ണൊക്കെ മണ്ണ് ഇടിഞ്ഞിടിഞ്ഞ് പോകുന്നൊക്കെ ഉണ്ട് അതില്. ഒരു ബിൽഡിംഗ് പോലെയാ, അപ്പുറത്തെ ഒരു ഹൗസിന് പോലെ ഉണ്ട്. ക്ലിഫ്സ് ഓഫ് മോഹറിൽ ഇത് മൊത്തം പച്ചപ്പായിരുന്നു. ഇവിടെ ചാരം പോലെ എന്താ പറയാ, ഒരു മഞ്ഞക്കളറല്ലേ, മണ്ണിന്റെ ഇത് മണ്ണിന്റെ ഇതുകൊണ്ടുള്ളതാണ്. മറ്റേ ശരി കറുത്തും പച്ചയും കൂടിയിട്ടായിരുന്നു. ഇവിടെ അത്ര പച്ചപ്പില്ല കേട്ടോ. പിന്നെ അതുപോലെ വെള്ളം കുറച്ചും കൂടി ഭയങ്കര ശക്തമായിട്ടുള്ളൊരു വെള്ളമായിരുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ലൊരു പ്രത്യേക രസം. ഇന്ത്യൻ ഓഷൻ അല്ലേ, ഭംഗിയുണ്ടല്ലോ ഇന്ത്യൻ ഓഷന്. ഇവിടുത്തെ ശക്തമായ കാറ്റ് കാരണം ഞാൻ പറയുന്നത് ഒന്നും തിരിയുന്നില്ല, എൻ്റെ വോയിസ് എല്ലാം കാറ്റ് കൊണ്ടുപോയി. അപ്പോൾ ഇത് നമ്മൾ ഈ 12 ഓപ്പർച്യൂണിറ്റീസിൽ നമുക്ക് കാണാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും അറ്റത്തെ കോർണറാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടം വരെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. ഫ്രണ്ടിൽ കണ്ട ഇവിടെ വേറൊരു പാറക്കെട്ട് പോലെ രൂപപ്പെട്ടു
കാണുന്നത്. അപ്പോൾ ഇതെല്ലാം പണ്ട് ഗുഹ പോലെ ഉണ്ടായിരുന്നതാണ്. അതിൽ നിന്ന് ഇങ്ങനെ ഇല്ലാതായി മണ്ണെല്ലാം ഒലിച്ചൊലിച്ചാണ് ഇങ്ങനത്തെ പാറക്കെട്ടുകളായി വന്നതെന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഇവിടെയൊക്കെ കുറേ ചതുപ്പ് നിലമല്ല, ഒരു പ്രത്യേകതരം ചെടികൾ, കുറ്റിച്ചെടികളോ എന്താ പറയുക, ഒരു പ്രത്യേകതരം ചെടികളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളെല്ലാം കണ്ടുപിടിച്ച് യാത്ര ചെയ്യാൻ കേട്ടോ. നമുക്കൊരു 10-20 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. നമ്മൾ കാറ് നിർത്തിയെടുത്തുനിന്ന് ഒരുപാടൊന്നും നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ലൊരു വ്യൂ എന്തായാലും കിട്ടി. ഞങ്ങളവിടെ ഓർത്ത് ഈ സന്ധ്യ സമയത്ത് വന്നതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ലേ, നമുക്ക് നഷ്ടമാകുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല, നല്ലൊരു സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റി. ഫോട്ടോ എടുക്കാനായിട്ട് എന്ത് രസം, നല്ല സൂപ്പറാട്ടോ. വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലും നല്ലതാണ്. അങ്ങനെ സൺ ഓൾമോസ്റ്റ് താഴ്ന്നു കേട്ടോ. നമ്മൾ തിരിച്ചു പോവാണ്. നമ്മൾ വന്നപ്പോൾ കണ്ട പുള്ളിക്കാരി ഇപ്പോഴും ആ കോർണറിൽ നിന്ന് നിൽപ്പുണ്ട്. അവരെനിക്ക് തോന്നുന്നു എന്തോ ലൈവായിട്ട് ചെയ്യുകയാണെന്ന് തോന്നുന്നു. DJ ആണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും കൂടെ കുറേ ആൾക്കാരുണ്ട് വീഡിയോയ്ക്ക് എടുക്കാൻ. പിന്നെ ഇഷ്ടംപോലെ അല്ലാതെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ ഈ സന്ധ്യ സമയത്ത് വന്നെങ്കിലും ആ സമയത്താണെങ്കിൽ പോലും സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു സീനിക് പ്ലേസാണ്, അടിപൊളിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല രസമാണ്. എനിക്കൊന്ന് പകൽ സമയത്ത് വരുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും. ആകാശത്തിൻ്റെ ഒരു കളറും വെള്ളത്തിൻ്റെ കളറും ഒക്കെ കൂടി നല്ലൊരു ഭംഗിയായിരിക്കും പകൽ സമയത്ത് വന്നാൽ. അങ്ങനെ നമ്മൾ സൺസെറ്റായി നമ്മൾ തിരിച്ചു പോവുകയാണ്. സമയം ഇപ്പോൾ 7:45 വൈകുന്നേരം. പക്ഷെ സൺസെറ്റ് ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. കാരണം നമുക്ക് കഴിഞ്ഞ ആഴ്ച ഇവിടെ ടൈം മാറി, ഇപ്പോൾ സമ്മറിൻ്റെ ടൈമായി. അപ്പോൾ അതുകൊണ്ട് സൺസെറ്റൊക്കെ ഒത്തിരി ലേറ്റ് ആയിട്ടാണ്, 7 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് സൺസെറ്റ്. അപ്പോൾ നല്ല സ്ഥലമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മെൽബണിൽ നിന്ന് 2.5 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. പക്ഷെ വരുന്ന വഴിയൊക്കെ അടിപൊളിയാണ്. ശരിക്കും നല്ല മനോഹരമായ സ്ഥലമാണ്. ശരിക്കും യൂറോപ്പിൻ്റെ അതേ ഭംഗി, അയർലൻഡിൻ്റെ ഒക്കെ അതേ ഒരു ലാൻഡ്സ്കേപ്പും ആ ഒരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ ഈ പോയിരുന്ന വഴി. അപ്പോൾ അങ്ങനെ നമ്മൾ അത്രയും ദൂരം യാത്ര ചെയ്താലും നല്ല അതിനുള്ളതുണ്ട് ഇവിടെ കാണാൻ. അടിപൊളി സ്ഥലമാണ് എന്തായാലും. അപ്പോൾ മെൽബണിൽ വരുന്നവരാരും ഇത് മിസ്സാക്കരുത് കേട്ടോ. പിന്നെ ഇവിടെ ഹെലികോപ്റ്റർ റൈഡ് ഉണ്ട്, പക്ഷേ അത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഓൺലൈനിലൊക്കെ കയറി നോക്കി അറിയാം. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞ ശേഷം നമുക്ക് സൺസെറ്റ് ഉടൻ സൂപ്പറായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകാനുണ്ടോ. അപ്പം ബൈ.